ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെഡിക്യൂറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പൂ, സോൾട്ട്, അതേപോലെ തന്നെ ലെമൺ ജ്യൂസൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കളയുക. അതിന് പറ്റിയിട്ടുള്ള ടൂൾസുകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ കുത്തി കുത്തി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ ബ്രഷൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ബ്രഷൊക്കെ, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നഖത്തിൻ്റെ അവിടെ ഇങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പല്ല് തേക്കില്ലേ പോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, നെയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ നമുക്ക് പുറത്തുനിന്നും മേടിക്കാൻ ഓൺലൈനായിട്ടൊക്കെ കിട്ടും. ഇത് അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഉപ്പിറ്റീരെ അവിടുത്തെ ഇങ്ങനെ പൊരുപൊരുന്നായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കാലൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ആവില്ലേ ഒരു ഒരൊരപ്പ്, അതൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ഇട്ട് കൊടുക്കുകയാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും ലെമൺ ജ്യൂസും കൂടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ലെമൺ ജ്യൂസ് എടുത്തതിന് ശേഷം മറ്റേ തൊണ്ടുണ്ടല്ലോ, അതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അരച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കുക, നമ്മുടെ സ്കിന്നാണല്ലോ അതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു പാക്കറ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടും പാലും കടലമാവും കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും മതി. നിങ്ങൾക്ക് ഇനി പാലില്ലെങ്കിൽ തൈരോ ഇനി വല്ല വെജിറ്റബിൾസിൻ്റെ ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് വാട്ടറിലും അത് മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ. നല്ലതാണ്, അടിപൊളിയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കയ്യിലും കാലിലും ഫുൾ ബോഡിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്കിതൊക്കെ തേച്ച് കൊടുത്തിട്ട് അത് ഡ്രൈ ആകുമ്പോൾ അതൊക്കെ വാഷ് ചെയ്തെടുക്കുക. അടിപൊളി റിസൾട്ടാണ്. ഭയങ്കര സോഫ്റ്റാവും. നമ്മുടെ കുഞ്ഞു കുട്ടികളെ മേൽ തൊടുമ്പോൾ അവിടെ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല, ആ സോഫ്റ്റ്നെസ് കിട്ടും ഉറപ്പാണ്. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കില്ലേ, അത് സൂപ്പറാണ്. നിങ്ങൾ കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും. ഫസ്റ്റത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് ഡ്രൈ ഒക്കെ ആയപ്പോൾ ആ ഒരു പാക്ക് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് നമ്മൾ എന്തിടണം, ഒരു മോയ്സ്ചറൈസർ ഇടണം. അത് എന്തും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് 2-3 ഡ്രോപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയാണ്, സൂപ്പർബായിട്ടുള്ള സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊരു വട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കൂ. അപ്പോൾ ഓക്കെ.